ഹായ് ഹലോ, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് LPS തത്തിയൂർ അരുവിക്കര സ്കൂൾ അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അറിവിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതിയ ലോകത്തേക്ക് കടന്നു വന്ന ഒത്തിരി കുരുന്നുമക്കളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വലിയ എക്സൈറ്റ്മെൻറ്റോടെ തന്നെയാണ് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഗാർഡൻ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയധികം പരിപാലിച്ചിങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇതിൻ്റെ എഫേർട്ട് എടുത്ത ടീച്ചേഴ്സും പാരൻസും ഉണ്ട്. അപ്പോൾ അവർ ഒത്തിരി അധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ രീതിയിലാക്കിയിരിക്കുന്നത്. ഇതാ നിൽക്കുന്നു നമ്മുടെ ഏഞ്ചൽ ടീച്ചർ. വളരെ എന്താ പറയുക, ഏഞ്ചൽ ടീച്ചർ എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായിട്ടുള്ള ടീച്ചറാണ്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളെ പാരൻസിനെ അറിയിക്കുന്ന ടീച്ചറാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ് ടീച്ചറാണ്. അല്ലുവിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ഇനി അടുത്ത് റിസയുടെ ക്ലാസ് ടീച്ചർ ആണ്. അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെയാണ് കുട്ടികളെ ഏൽപ്പിക്കുന്നത്. അത്രയധികം സന്തോഷം. ഇത് ഈ കാണുന്ന നെല്ലിമരം ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ പഠിക്കുമ്പോഴേ ഇവിടെ ഉള്ള നെല്ലിമരമാണ്. ഒരുപാട് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന നെല്ലിമരമാണ്. ഈ സ്കൂളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂള് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളാണ്. ഞാനും എൻ്റെ പൂർവികരും പഠിച്ച സ്കൂള് തന്നെയാണ്. ഈ സ്കൂള് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ പൊസിഷനൊന്നും മാറ്റിയിട്ടില്ല. ജസ്റ്റ് റൂഫെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു. ഈ ക്ലാസ്സിലും ഈ പൊസിഷനിലെല്ലാം ഞാനിരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പഠിച്ച എൻ്റെ പൂർവികർ പഠിച്ച ഇതേ സ്കൂളിൽ എൻ്റെ മക്കളെയും ഇടാൻ പഠിപ്പിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എല്ലാ കുട്ടികളും വളരെ എക്സൈറ്റഡാണ്. കാരണം 2 മാസത്തോളം കാണാതിരുന്നിട്ട് കൂട്ടുകാരെയൊക്കെ കണ്ട സന്തോഷത്തിലാണ്. നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ പാഴ്വസ്തുക്കൾ എന്ന രീതിയിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കും പേപ്പറൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഒന്നും നമ്മൾ വില കൊടുത്ത് ഷോപ്പിൽ നിന്നോ മേടിച്ചതല്ല. അപ്പോൾ ഇത് ഇത്രയധികം എഫേർട്ട് എടുത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സീഡ് ക്ലബിൻ്റെ ഒരുപാട് അംഗങ്ങളുണ്ട്. അതിന് കൺവീനേഴ്സുണ്ട്. അതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സും ഉണ്ട്. അവരധികം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിൽ ഇത്രയധികം ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ സ്കൂളിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഇനാഗുറേഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇരിപ്പിടത്തിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വാർഡ് മെമ്പർ എല്ലാവരും കൂടെ ചേർന്നാലും അതും ഇനാഗുറേറ്റ് ചെയ്തു. നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ HM ഷീബ ടീച്ചർ. വളരെ മനോഹരമായിട്ടുള്ള ടീച്ചറാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ അത് താര ടീച്ചർ നിൽപ്പുണ്ട്. ഇവരെല്ലാം അത്യുഗ്രമായിട്ടുള്ള ടീച്ചേഴ്സാണ്. കുട്ടികൾ അത്രയധികം ഇഷ്ടപ്പെട്ട് പരിപാലിച്ച് കുട്ടികൾ അത്രയും കെയർ ചെയ്ത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് വിശ്വസിച്ച് ഞങ്ങളുടെ മക്കളെയൊക്കെ സ്കൂളിലേക്ക് അയക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മാമൻ്റെ ഓർമ്മദിനം കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥന ചടങ്ങിലൊക്കെ പങ്കെടുക്കാനായിട്ട് അങ്ങനെ പോയി. നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഫീസിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.